ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മുടെ വിഷ്ണു ശാലിനിയിൽ വിഷ്ണുവും നമ്മുടെ സത്യക്കുട്ടിയും കൂടി നാളികേരം ഉടയ്ക്കുന്നതിനായിട്ട് അമ്പലനടയിൽ നിൽക്കുകയാണ്. അപ്പോൾ സത്യക്കുട്ടി ആ കുഞ്ഞ് ഇങ്ങനെ നാളികേരം ഉടയ്ക്കാനായിട്ട് എറിയുമ്പോൾ അത് പൊട്ടുന്നില്ല. പിന്നെ അത് പൊട്ടാതെ താഴത്തേക്ക് ആ ഒരു ആ ഉടയ്ക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് താഴെ വീണ് പോകുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എന്താ മിസ്റ്റർ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു കൊച്ചു കുട്ടിയല്ലേ ഞാൻ, അത് പോയി എടുത്ത് എനിക്ക് ഉടച്ച് തന്നാൽ ഇപ്പം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഓ മാഡത്തിനത് എടുത്ത് ഉടയ്ക്കുന്നതിൽ വിഷമമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു തന്നെ അത് പതുക്കെ എടുത്ത് ഉടയ്ക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി ഉടച്ചിട്ട് പറയുന്നുണ്ട്, താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് എൻ്റെ ബിഗ് ഫ്രണ്ടാണെന്ന്. അപ്പോൾ ബിഗ് എന്ന് വെച്ചാൽ വലുതാണ്, അപ്പോൾ വലിയ ഫ്രണ്ടാണ്, എന്നാൽ വാ സ്മോൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും എന്താ വേണമെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു എന്താ ഞാൻ തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് മുത്തുകവുമാണെന്ന്. അപ്പോൾ അത് ശാലിനി കേൾക്കുന്നുണ്ട്. ശാലിനി ആ പഴയ കാര്യങ്ങൾ വിഷ്ണു മുത്തുകവ് ശാലിനിയോട് ചോദിച്ചതൊക്കെ ശാലിനി ഓർക്കുന്നുമുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ വാ നമുക്ക് പോയി ഇനി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു എന്നെ ചോദിക്കുന്നുണ്ട്, അതെ മോളുടെ അമ്മയെ കണ്ടില്ലല്ലോ എന്ന്. അപ്പം പറയുന്നുണ്ട്, അമ്മ പ്രദക്ഷിണം വെച്ച് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കുട്ടി വായിൽ വലിയ വർത്താനം പോലെ ആ കുഞ്ഞ് സത്യം പറയുകയാണ്. എന്നിട്ട് സത്യയും നമ്മുടെ വിഷ്ണുവും കൂടെ നേരെ അമ്പലത്തിൻ്റെ നടയിൽ ചെന്ന് സത്യാമ്മയും ശ്യാമയും പപ്പിക്കുട്ടിയൊക്കെ നിൽക്കുന്നിടത്ത് പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അന്നേരം നമ്മുടെ പൂജാരി കൊണ്ടുവന്ന് അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൂജാരി ആ പപ്പിയോട് ചോദിക്കുകയാണ്, മുഖം വലുതാവുമ്പോൾ ആരാകാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഉടനെ പപ്പി പറയുന്നുണ്ട്, എനിക്ക് കളക്ടർ ആകണമെന്ന്. ഇത് സത്യാമ്മ കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കളക്ടറോ അതൊന്നും വേണ്ട, ഇപ്പോഴും ഇത് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ സത്യാമ്മ പറയുന്നുണ്ട്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, കുട്ടികളുടെ ആഗ്രഹമല്ലേ, അതാ എന്താണെന്ന് വെച്ചാൽ പറയണേന് എന്താ തെറ്റെന്നൊക്കെ. അപ്പോൾ ഇല്ല ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാനുള്ള സമയമായി എന്നും പറഞ്ഞ് നമ്മുടെ സത്യാമ്മയും ശ്യാമയും വിഷ്ണുവും പപ്പിക്കുട്ടിയും കൂടെ തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യക്കുട്ടി അവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സത്യാമ്മ ചെന്ന് അവളെ ഒന്ന് പിടിച്ച് അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. വിഷ്ണുവും അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശാലിനി കാണുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശാലിനി സത്യയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്ക് വലുതാകുമ്പോൾ ആരാകണമെന്ന് ആണ് ആഗ്രഹമെന്ന് നമ്മുടെ ശാലിനി ആ കുഞ്ഞ് സത്യയുടെ ചോദിക്കുമ്പം സത്യ പറയുന്നുണ്ട്, എനിക്ക് അമ്മയെപ്പോലെ വലിയ ഓഫീസറായാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ സത്യാമ്മ നേരെ സ്കൂളിലേക്ക് കുട്ടിയെ കൊണ്ട് പോവുകയാണ്, പപ്പിക്കുട്ടിയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് സ്കൂളിലെ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്തും ടീച്ചറിൻ്റെ അടുത്തൊക്കെ പറയണത് സത്യാമ്മയുടെ കുഞ്ഞു മോളാണ്, അതായത് ചെറുകുട്ടിയാണ്, അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവൾക്ക് കൊടുത്തിരിക്കണം, യാതൊരു തടസ്സവും യാതൊരു ഒരു പ്രയാസങ്ങളും ഒന്നും അവൾക്കിവിടെ ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടായാൽ എന്നെ അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ സത്യാമ്മ പറയുകയാണ്, എനിക്ക് വേറെ സ്കൂളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിനും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറും ഒക്കെ കണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കൊണ്ട് വിട്ടത്, അല്ലാതെ എനിക്ക് മറ്റൊരു സ്കൂളിൽ ചേർക്കാനുള്ള പ്രയാസം കൊണ്ടല്ല. മാത്രമല്ല ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് എന്നെ വീടിനടുത്തായതുകൊണ്ടാണ്, ഇവിടെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാർക്കും ആവില്ല എന്നൊക്കെ സത്യാമ്മ പറയുകയാണ്. അപ്പോഴത്തേക്കും ഹെഡ് മിസ്ട്രസ് പറയുകയാണ്, അങ്ങനെയൊന്നും പറയില്ല സത്യാമ്മേ, എല്ലാ കുട്ടികളും ഇവിടെ ഒരുപോലെ തന്നെയാണ്, അപ്പോൾ എല്ലാ കുട്ടികളെയും കാണുന്ന രീതിയിൽ മാത്രമേ എനിക്ക് കാണാനും കഴിയുള്ളൂ, അതിൽപ്പരം ഒരു കൺസെഷനൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഹെഡ് മിസ്ട്രസ് പറയുകയാണ്. എന്നിട്ടും പറയുകയാണ്, സത്യാമ്മയുടെ കൊച്ചുമോളാണ്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ടീച്ചർ ക്ലാസ് മിസ് കൊണ്ടുവന്ന് പപ്പിക്കുട്ടിയെ വിളിച്ചിട്ട് പറയണം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമെന്ന്. അങ്ങനെ ക്ലാസ്സിലേക്ക് പപ്പിക്കുട്ടിയെ കൊണ്ട് ഇരുത്തുകയാണ്. അങ്ങനെ പപ്പിക്കുട്ടി വളരെ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. എന്നിട്ട് ക്ലാസ്സിലേക്ക് പപ്പിക്കുട്ടി കയറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ്, ഇനി ഞങ്ങൾ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സത്യാമ്മയും വിഷ്ണുവും ശ്യാമയും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മുടെ ശാലിനി കുഞ്ഞു മോളെയും കൊണ്ട് വരികയാണ്, നമ്മുടെ സത്യക്കുട്ടിയും കൊണ്ട് ആ സ്കൂളിൽ തന്നെ കൊണ്ടുവരികയാണ് ചേർക്കാനായിട്ട്. അപ്പോൾ ശാലിനി വരുമ്പോൾ തന്നെ ശാലിനി കുഞ്ഞ് സത്യയോട് പറയുന്നുണ്ട്, മോള് വേണമെങ്കിൽ ഈ ഫോൺ വെച്ചു എന്ന്. അതൊരു ചെറിയ കീപാഡ് ഫോണായിരുന്നു. അപ്പോൾ ആ സത്യമോള് ചോദിക്കുന്നുണ്ട്, ഈ ഫോൺ എനിക്കെന്തിനാ, വലിയ ഫോണല്ലേ ഉപയോഗിക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, വലിയ ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ സംസാരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അല്ല ഫോണെന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഉള്ളതാണ്, അല്ലാതെ വേറെ ഒന്നിനുള്ളതല്ല എന്ന്. അതുപോലെ പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഇങ്ങനെ വലിയ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ശാലിനി കുട്ടിയെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അവരുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലുള്ള ടീച്ചർ വലിയ സ്മാർട്ട് ഫോണുമായിട്ട് അങ്ങ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പറയണത്,
ഇതേ ആ ടീച്ചർ യൂസ് ചെയ്യുന്നതോ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നേരെ അവരെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോക്കങ്ങ് നിർത്തിയിട്ട് പറയണം ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം. എന്നിട്ട് പറയണം മോളെ കൊണ്ടുവിടാൻ മാഡം തന്നെ നേരിട്ട് വന്നോ എന്നൊക്കെ ടീച്ചർ ചോദിക്കും. പറയണം അതിന് സാരമില്ല, മോളെ ക്ലാസ്സല്ലേ എന്ന് വിചാരിച്ചാൽ ഞാൻ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് സ്കൂൾ സമയത്ത് ഈ സ്കൂളിനകത്ത് ഇത്രയും വലിയ ഫോണൊന്നും യൂസ് ചെയ്യരുത് നിങ്ങളാരും. അത് കാണുമ്പോഴാണ് കുട്ടികൾക്കും കൂടെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോൾ അതെന്തായാലും അതൊന്ന് മാറ്റണം, ആ ഒരു ശീലം. അതെനിക്കൊരു ഇതായിട്ട് ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കളക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു പാരൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്നൊക്കെ ശാലിനി മിസ്സിനോട് പറയണം. അപ്പോൾ മിസ്സ് പറയും അയ്യോ ഓക്കെ മാഡം, ഇനി വേറെ അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരോ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രമിക്കാം മാഡം, വേറെ പ്രശ്നമില്ല, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സത്യമോളോട് പറയുന്നുണ്ട് ആ മോൾ എത്തിയല്ലോ, വാ മോളെ നമുക്ക് ക്ലാസ്സിനകത്തേക്ക് ഇരിക്കുക, ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യക്കുട്ടിയെ കൊണ്ട് അവിടെ ക്ലാസ്സിൽ ഇരുത്തുകയാണ്. ഇതിൻ്റെ നമ്മളെ പപ്പിക്കുട്ടിയെ കൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിരുത്തി. സത്യാമ്മയുടെ കൊച്ചുമോളായതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇരുത്തണമെന്ന് പറഞ്ഞ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കൊണ്ടിരുത്തി. അപ്പോൾ നമ്മുടെ സത്യം കൊണ്ട് അകത്ത് പോകുമ്പോൾ തന്നെ ഇവരുടെ ആ ബെഞ്ചിലായിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ വേറൊരു കുട്ടിയും കൂടെ വന്നിരിപ്പുണ്ട്. അപ്പം അങ്ങനെ കാണിച്ചിട്ട് അവർ ആ ബെഞ്ചിലിരുന്നിട്ട് അവർ ഇനിയിപ്പോൾ എന്തായാലും രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്. ഇനിയിപ്പോൾ രണ്ടുപേരും ആദ്യമൊക്കെ ചെറിയ അടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരുമിച്ച് അവരെന്തായാലും നല്ലൊരു ഫ്രണ്ട്സായിട്ട് തന്നെ പോകും. നല്ല ഇണപിരിയാത്ത രണ്ട് സുഹൃത്തുക്കളായിട്ട് തന്നെ മാറും. അതായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ഓരോ കാഴ്ചകളും. അങ്ങനെ നമ്മുടെ ഇത് നാളത്തേക്കുള്ളത് കഥകൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണേ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.